ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് മതിലിൽ പെയിന്റ് അടിക്കാം, കുട്ടികൾക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയ ഞാൻ എൻ്റെ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യം പുട്ടി വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കളറൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ കിലോയ്ക്ക് 40 രൂപയുള്ള പുട്ടി പൗഡറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പുട്ടി പേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിയില്ല. എനിക്ക് കുറച്ച് വില വ്യത്യാസമുണ്ട്, എന്നാലും ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് വാങ്ങാതിരുന്നത്. അതിനുശേഷം അവിടുത്തെ പൊടിയൊക്കെ അടിച്ചു. അങ്ങനെ പുട്ടി ബ്ലേഡും പുട്ടിയൊക്കെ ആയിട്ട് ഞാൻ മുകളിൽ വലിഞ്ഞ് കയറി. നമ്മുടെ ഒരു ഡോറിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ പുട്ടി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും എനിക്ക് പൊക്കമുള്ളല്ലോ, വീഡിയോയിൽ അത്രയും കാണുള്ളല്ലോ എന്നുള്ളൊരു സാധനവും പിന്നെ ആ ഒരു പോർഷൻ വെച്ച് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ള മൈൻഡിൽ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വീഡിയോസിലും അച്ഛൻ പറഞ്ഞതും അനുസരിച്ച് അത്ര ഈസി ആയിരുന്നില്ല ആദ്യത്തെ പരിപാടി. ലാഡറിൻ്റെ പൊക്കത്ത് നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യമായിട്ട് പുട്ടി ഇടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് കുറുക്കിയത് കൊണ്ട് പുട്ടിക്ക് ഭയങ്കര കട്ടിയായിപ്പോയി. അങ്ങനെ ഇതളുമാണ് ഇവിടെ കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറക്കുക അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല പരിപാടിയായിരുന്നു. അമ്മ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടോ. ആ ആർട്ട് വർക്കൊക്കെ അമ്മ കുറച്ച് ചുരണ്ടിക്കളയും കുറച്ച് വാഷ് ചെയ്ത് കളയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഡേ പുട്ടി ഉണക്കിയിട്ട് കാണാം. അത് ഉണങ്ങിയതിന് ശേഷം പുട്ടി ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഹമ്പിങ്സും അതിലുള്ള കുഴികളൊക്കെ നമ്മൾ P120 എന്ന് പറഞ്ഞ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കളഞ്ഞിട്ട് വേണം പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട്. പ്രൈമർ നമ്മൾ 165 രൂപയുടെ പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെയിൻ്റ് അടിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് അച്ഛൻ എനിക്ക് പെയിൻറ്റ് പണി പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, ഏതാണ്ട് വെടിവെക്കാൻ നിൽക്കണ പോലെയുണ്ട്. അച്ഛൻ പറഞ്ഞ സമയം കൊണ്ട് പകുതി മുതൽ അടിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നാലും ഞാൻ പയ്യെ അടിക്കുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം ബ്രഷൊന്നും പിടിക്കാൻ എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അങ്ങനെ അച്ഛൻ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അച്ഛൻ പറഞ്ഞു തന്ന പോലെയെല്ലാം ഞാൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ എനിക്ക് ഐവറി കളറാണ് നമ്മൾ ബേസ് കോട്ട് അടിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് മിക്സ് ചെയ്ത് തന്നു. ക്ഷമിക്കണം, ഇതിലൂടെ ഒച്ചപ്പാടാണ് കേൾക്കുന്നത്. അച്ഛൻ ഇതേപോലെ ലാഡറിൻ്റെ പൊക്കത്തൊക്കെ ഇരുന്നടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ലാഡറിൻ്റെ പൊക്കത്ത് വലിഞ്ഞ് കയറി ഇരുന്നടിക്കാൻ നോക്കി. പക്ഷെ എന്നെക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല കേസ്. അപ്പോൾ ഞാനൊരു കസേരയുടെ പൊക്കത്ത് ഇട്ടിട്ട് കസേരയുടെ പൊക്കത്ത് നിന്നാണ് ആദ്യത്തെ മുകളിലത്തേക്ക് അടിച്ച് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ത്തിറങ്ങി അടിച്ചു. ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫസ്റ്റത്തെ കോട്ട് അടിക്കാനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചെന്നതിൻ്റെ നല്ല അഹങ്കാരം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ ഒരു പ്രിസിഷൻ അല്ലേ. അങ്ങനെ ഞാനത് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എനിക്ക് അടുത്ത കളർ മിക്സ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറും ഐവറി കളറും കൂടെ മിക്സ് ചെയ്തൊരു ലൈറ്റ് കളറാക്കി. ഞാൻ മതിലിൽ കുറച്ച് വർക്ക് ചെയ്യണം, ആർട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും അത്രയും വർക്കിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. അതിന് പകരം നമ്മൾ 2 ആർച്ച് മതിലിൽ വരയ്ക്കാനായിട്ട് പോവുകയാണ്. പിൻട്രസ്റ്റിൽ കണ്ട 2 ആർച്ചാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വരച്ച് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര പണിയാണ്. നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് ചെറിയ ബ്രഷും കൊണ്ട് വരയ്ക്കണം. അച്ഛൻ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വരച്ച് തരട്ടെ, ഞാൻ വരച്ച് ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു, ബേസ് വരച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ ചെയ്യണം എന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കണം ഞാൻ തന്നെ ചെയ്തോളാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഞാനാണത് ചെയ്തത്. പിന്നെ ടേപ്പ് ഞാൻ ഒട്ടിച്ചു, പക്ഷെ അത് ചെറുതായിട്ട് ചീറ്റിപ്പോയി ഗൈസ്. കാരണം നമ്മുടെ പെയിൻറ്റ് ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ചിട്ട് സെക്കൻഡ് ഡേ ഒറ്റ ദിവസം കൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം മര്യാദക്ക് ഉണങ്ങിയിട്ടില്ലാത്ത കാരണം അത് പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അങ്ങനെ ടേപ്പ് ഒട്ടിക്കണ പരിപാടി ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുക, കൈകൊണ്ട് വരയ്ക്കുക, ലൈനിട്ട് ആ ലൈൻ്റെ സൈഡിൽ കൂടെ തെറ്റാതെ കൈകൊണ്ട് വരയ്ക്കുക എന്നായിരുന്നു. പിന്നെ ഇതിൽ കുറേ നേരമായി പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ 2 വരെ വരച്ചപ്പോൾ തന്നെ ആൾക്ക് സമാധാനമായി. അങ്ങനെ രാത്രി 12:00 ഞാൻ കണ്ടല്ലോ. ഈ വോളിൽ എന്തെങ്കിലും കലാപരിപാടികൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാനതൊക്കെ ഇതിൽ ഏർപ്പെടുത്താം. അപ്പോൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഞാൻ ഇതിന് വേറെ പരിപാടികൾ ചെയ്യേണ്ടതെന്ന്. കണ്ട ആൾക്കാർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, കാരണം നിങ്ങളുടെ കമന്റ് ആണ് എന്റെ പ്രചോദനം. അപ്പൊ കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾ എന്റെ വീഡിയോയിൽ മൊത്തം ഈ മുതലായിരിക്കും കാണാൻ പോകുന്നത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.